നമ്മുടെ വി.ഡി. സതീശന്റെ ക്രിസ്ത്യൻ വേദികളിൽ പോകുമ്പോൾ അവരെ സുഖിപ്പിക്കുന്നതും, ഹൈന്ദവ വേദികളിൽ പോകുമ്പോൾ അവരെ സുഖിപ്പിക്കുന്നതും, മുറിയന്മാരുടെ വേദികളിൽ പോകുമ്പോൾ അവരെ സുഖിപ്പിക്കുന്നതും, എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് വി.ഡി. സതീശൻ? ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. അതിനു മുമ്പായിട്ട് തന്നെ ഒരു വോയിസ് ഒന്ന് കേൾക്കുക. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വിളിക്കുന്ന എന്റെ പേര് ആനീന്ന്. ആ വി.ഡി. സതീശൻ ആ നാറിനെ ആക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമില്ല. വേറെ ആരായാലും വേണ്ടില്ല. ആ നാറി കയറി കഴിഞ്ഞാൽ സാറേ ഈ പിണറായിയുടെ എല്ലാ കള്ളത്തരങ്ങളും അവൻ ഒതുക്കും. അതിന് വേണ്ടിയിട്ട് അവൻ ഇന്നലെ പന്തംകുളത്തി പ്രകടനം അവൻ എല്ലായിടത്തും ബ്ലോക്കും വെച്ചോണ്ട് നടക്കാണ്ട് അവനൊന്നും അറിഞ്ഞു. എന്നിപ്പോ അവൻ കാറെ കയറി വിളിച്ചോണ്ട് അങ്ങ് പോണ്. പരനാറി അവനെ ഉണ്ടല്ലോ. നീ എന്താ അവനെ പറയണ്ടേ? ഞങ്ങളുടെ ഇവിടെ ബ്ലോക്ക് വെച്ചേക്കും അവന്റെ പടം വലിച്ചു കയറി പല കളയാൻ പറഞ്ഞു ഞാൻ ആ ഉദ്യോഗസ്ഥർ പിള്ളേരോട്. ആ നാറിയുടെ പടം വെക്കനോടുണ്ട്. അവന്റെ മോന്ത കാണാൻ കൊള്ളൂല. ഞാൻ അവൻ തോറ്റെന്ന് പറഞ്ഞോണ്ട് വന്നപ്പോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവെ അവൻ മന്ത്രിസഭ കാണില്ലേ. ഈ വടക്കമ്പറയിലുള്ള നാലുകളെല്ലാം പിന്നെ അവന് വോട്ട് കൊടുത്ത് ഏറ്റുവിട്ട് അവൻ മുഖ്യമന്ത്രി ആയ ഈ കള്ളം ചെയ്ത കള്ളത്തരം മുഴുവൻ അവൻ ഒതുക്കും. അവൻ ആ കാശ് മേടിച്ച് അവന്റെ ഈ കാശ് മേടിച്ചാ സാറേ ഈ ആൾക്കാരെ കാശ് കൊടുത്ത് നിർത്തി പന്തംകുളത്തി പ്രകടനവും ബ്ലോക്ക് വെക്കലും എവിടെയൊക്കെ വെച്ചേക്കണേ അവന്റെ പടം, അവന്റെ ഇടിച്ചോണ്ടുള്ള പടം കുറച്ച് പരനാറി പറയാൻ കൊള്ള സാറേ. എന്നാലും ഞങ്ങൾ സഹിക്കാൻ പാടാത്തോണ്ട് പറയണം. വേറെ ആരായാലും വേണ്ടില്ല ആ നാറിനെ ആക്കരുത്. ഞാനോ എന്റെ കാർമ്മമാരായിട്ട് നല്ല കുട്ടിമൂത്ത കോൺഗ്രസ്സുകാരാ. സതീശനെ അവൻ ഒറ്റ ഒരുത്തന് ആ കൊച്ചിനെ ഈ മാതിരി താറടിച്ച് മാറ്റി നിർത്തിയത് അല്ലെ. ആ കൊച്ചുണ്ടെങ്കിൽ ഇന്നൊരു മന്ത്രി ആവണ്ടതാണ്. സാറിന് തോന്നണുണ്ടോ ഇല്ലെന്ന്? പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് സതീശൻ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം? പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ അവൻ എന്നാ സാധേ പ്രതിപക്ഷ നേതാവായിട്ട് അവൻ എന്നാ പറഞ്ഞേ? ഈ കള്ളം ചെയ്ത കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുമല്ലേ ഇല്ലേ അവൻ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ കേരളത്തിന് വേണ്ടി? അവൻ പറഞ്ഞോ ഒരു കാര്യത്തിന് അവൻ തീരുമാനം ഉണ്ടാക്കിയോ പറഞ്ഞോ? എന്നിട്ട് അവനെ മന്ത്രിയാക്കാൻ വേണ്ടി അവൻ കാശും കൊടുത്ത് കുറെ എംഎൽഎമാരെയും കുറെ പാവങ്ങളെ അവന്റെ കുറെ എന്നാ ഞാൻ പറയണേ അങ്ങനെ ആക്കിയേക്കണേ. ഞങ്ങൾക്കിടെ സാറ് വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ പ്രതികരണം ഇവിടെയുള്ള ജനങ്ങൾ മുഴുവനും വി.ഡി. സതീശനെതിരാ. മൂവാറ്റുപുഴയുള്ളവരെല്ലാം ബ്ലോക്ക് വെച്ചാലും അവർക്ക് എവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ദേഷ്യ. വേറെ ഏത് പെണ്ണും ജയിച്ചാലും വേണ്ട ഈ കള്ളനെ നിർത്തരുത്. അവനെ മുഖ്യമന്ത്രി ആക്കിയ ഈ കള്ളന്മാര് ചെയ്ത കള്ളത്തരം മുഴുവൻ ഇവന് ഒതുക്കും. ഇവനെല്ലാത്തിനും ഇവനെക്കാളും ഈ കള്ളം മുഖ്യമന്ത്രി ആയിരുന്ന നമ്മുടെ ഇവനുണ്ടല്ലോ അവനെക്കാളും ദുഷ്ടനായിട്ട് വരും ഈ വി.ഡി. സതീശൻ. ഇല്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഉണ്ട് സാറേ. അവൻ മഹാ മേനകെട്ടവനാ. അവൻ ഈ പിണറായിയുടെ കാശ് മേടിച്ച് നക്കിക്കൊണ്ട് നമ്മുടെ കോൺഗ്രസ്സുകാരെ അവനെ ഒറ്റിക്കൊടുക്കില്ല. അവൻ എത്ര നല്ല പേരെ ഒതുക്കി നിർത്തി, നല്ല കോൺഗ്രസ്സുകാരെ നല്ല പേരെ അവൻ ഒതുക്കിയില്ലേ. എന്നിട്ട് അവൻ ചിളിച്ചോണ്ട് അവന്റെ കാഷിണ്ടിത്തല വരുന്ന കള്ളൻ നമ്മുടെ തരൂരില്ലേ, അയാളൊക്കെ നല്ല മനുഷ്യരാ. അയാൾക്ക് വർത്തമാനം പറയാൻ അറിയാം. ഈ നാറിക്ക് വല്ലതും പറയാൻ അറിയാമോ സാറേ? ഈ പരനാറി കടക്കാരെ കാശ് മേടിച്ചു തിന്നച്ചു മറ്റേ പാവങ്ങളുടെ അവൻ എന്തോരം കള്ളത്തരം ചെയ്തു സാറേ. എന്തെങ്കിലും ഈ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞവൻ അവൻ പ്രതിപക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം അവൻ പറഞ്ഞു. അവരൊക്കെ മകക്കടെ കള്ളത്തരവും കൊണ്ട് വന്നപ്പോ മാത്യൂസ് കൊള്ളനാടനെ അവൻ ഒതുക്കി. എന്നിട്ട് ഒടുക്കം തിരിഞ്ഞോ? സത്യം വന്നോ? പുറത്ത് വന്നോ? മാത്യൂസ് അല്ല ഇവിടെ നിൽക്കണമെങ്കിൽ ഞങ്ങൾ വോട്ട് കൊടുക്കൂലെന്ന് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ കോൺഗ്രസ്സുകാരും തീരുമാനിച്ചതാ. ആദ്യം പറഞ്ഞ മാത്യൂസിനെ അല്ല അവിടെ നിർത്തണേ, മൂവാറ്റുപുഴ വേറെ ആരാണ്ട്. മാത്യൂസിനെ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കൂലേ. സാറ് ഒന്ന് നോക്കിയേ മൂവാറ്റുപുഴ കാട്ടിയിട്ടേക്കണേ. എന്ത് ഭംഗിയാണെന്നറിയാമോ? LDFന്റെ കോൺഗ്രസിന്റെ എല്ലാരും ഭരിച്ചല്ലോ, MLA ആയിരുന്നല്ലോ. ഇപ്പൊ സാറൊന്ന് നോക്കിക്കേ, മൂവാറ്റുപുഴ ഒന്ന് കണ്ടേ വഴിയൊക്കെ. എന്നിട്ട് പറയാണ് മറ്റേ MLA-മാര് മേടിച്ചിട്ട് ഉണ്ടാകുന്ന സാമാനായിരുന്നു, അതുകൊണ്ടാണ് കൊള്ളാണ്ടാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ഇവരുണ്ടാക്കിയിട്ട് 15 കൊല്ലമായിട്ട് ഉണ്ടാവാതിരുന്നത്? ചരനാറി അവൾ. എനിക്ക് അവക്കടെ വാർത്താനം കണ്ടപ്പോ എനിക്ക് എന്റെ മേല് വിറകറിയില്ല. എനിക്ക് അവരുടെ നമ്പർ അറിയാൻ ഞാൻ വിളിച്ച് 10 തെറിയാൻ അവളോട് പറഞ്ഞേ. എടി നീ അടങ്ങിയിരിക്കും പേരക്കകത്ത്. ഈ കോൺഗ്രസിലേക്ക് ശശി അവൻ എന്തെല്ലാം തെറ്റ് ചെയ്ത്, നമ്മൾ എന്തെല്ലാം കേട്ട്, നമ്മൾ പത്രത്തിൽ വായിച്ച് TV കണ്ട് അവൻ എന്തെല്ലാം കൊള്ളകായ്മ അവൻ ചെയ്ത്. എന്നിട്ട് ഈ നാറി അവനെ എടുത്തേക്കണം. അതെ, അവനെ എടുക്കാൻ കൊള്ളാമോ സാറൊന്ന് പറ. ഇങ്ങനെ ഈ പെണ്ണുപിടിയെ എടുക്കാൻ കൊള്ളാമോ? അതുപോലെ അൻവറിനെ ഇവൻ കള്ളനാണ്, മീൻമട്ടി വന്ന പണം മോട്ടിച്ചവരാന്ന് പറഞ്ഞ അൻവറിനെ ഇവൻ കെട്ടിപ്പിടിച്ച അവസാനം അൻവറിന്റെ അവസ്ഥ എന്തായി? ഇപ്പൊ അൻവറിന്റെ അവസ്ഥ എന്തായി? അതുതന്നെ ഇവനുണ്ടല്ലോ കാശ് കൊടുത്ത് കുറെ ആൾക്കാരെ കയ്യിലെടുത്തേക്കുക. ഇവന് ഒരുപാട് കള്ളപ്പണം ഉണ്ടല്ലോ. പിണറായി 10 കൊല്ലമായിട്ട് ഭരിക്കാൻ തുടങ്ങിയപ്പോ തുടങ്ങിയുള്ള കള്ളപ്പണം നേരത്തെ നമ്മുടെ കോൺഗ്രസ്സുകാർ ഭരിച്ചോണ്ടിപ്പോ എല്ലാ അത് തന്നെ അതില് കുറെ കള്ളപ്പണം ഉണ്ട്. ഇവനെ മൂടാൻ ഉള്ളിൽ കള്ളപ്പണം ഇവനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കള്ളപ്പണം ജനങ്ങൾക്ക് എന്തായാലും വി.ഡി. സതീശനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം വളരെ കേമമാണ്.
വെടി സതീശൻ എന്ന് വരെയാണ് അമ്മ പറയുന്നത്. സതീശനും വെടികളും. നെട്ടോ സതീശൻ വക വലിയ വെടി 2, ചെറിയ വെടി 1. പ്രിയമുള്ളവരെ, കേക്ക് കണ്ടാൽ സതീശന്റെ സമനില തെറ്റും. കാരണം സതീശൻ പോകുമ്പോൾ ആളുകൾ കേക്ക് കേക്ക് എന്ന് അടക്കം പറയുന്നു. അതുകൊണ്ട് കേക്ക് ഗ്ലാസ്സിലൂടെ കാണാവുന്ന ബേക്കറിയുടെ മുന്നിൽ കാർ നിർത്തിയാൽ പോലും സതീശൻ ഡ്രൈവറെ പച്ച ചീത്ത വിളിക്കും. സതീശൻ ആരംഭിച്ച കേരള തേൻകടി യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ സതീശൻ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. 1, താൻ വരുമ്പോൾ എവിടെയും കേക്ക് മുറിക്കരുത്, പീസ് കൊടുക്കരുത്. 2, ഇയാൾ വരുമ്പോൾ വെടിപൊട്ടിക്കരുത്. വെടികളെ മുന്നിൽ നിർത്തരുത്, മുൻനിരയിൽ ഇരുത്തരുത്. വെടികളുടെ ചെമണ്ട് കേൾക്കുമ്പോൾ എന്തോ സതീശൻ ഒരു വൈക്ലഭ്യവും അസഹ്യതയും ഒക്കെ തോന്നുമത്രേ. അഖില കേരള ISIമാർക്കുള്ള വെടി പടക്കം അധികാരത്തിൽ കയറിയതേ ഉള്ളൂ. കളികളുടെയും വെടികളുടെയും പൊടി പൂരമാണ് നമ്മുടെ സതീശനണ്ണന്. നമ്മുടെ MLA വി ഡി സതീശനില്ലേ, ഇപ്പൊ മുഖ്യമന്ത്രിയുമായി അവനെ താരകൻ എന്നെ കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ടും എല്ലാം ഇവൻ വേശ്യെന്ന് വിളിച്ച് ഈ കുണക്ക് എന്തധികാരം എന്നെ വേശ്യെന്ന് വിളിക്കാൻ. ഇവൻ നേതാവ് അവിടെ മുമ്പ് തുടങ്ങി പറൂര് വന്നിട്ട് വെടിവെപ്പല്ലാണ്ട് അവന്റെ കയ്യിലില്ല. സ്റ്റഡി അണ്ടൂർ കീറി വന്നവനെ താരകനാണ് ഇവിടെ ഇരുത്തി പരിപ്പോടെയും ചായയും കട്ടൻ ചായയും കൊടുത്ത് ഈ കുടിയനായി കഴിഞ്ഞപ്പോ അവൻ കൊള്ളൂലാത്തവനായി. ഇവൻ എന്ത് മാനിയെന്നാണ് പറയണ ഈ രമേശൻ കുറുപ്പ്. രമേശൻ കുറുപ്പ് പരമനാറി ചേറ്റ അവനും പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടി എന്നെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കളിച്ചു. ഇപ്പൊ നല്ല മാഞ്ഞനായിട്ട് ആ താരകന്റെ കയ്യിലും കൊടുത്തിട്ട് ഫുണ്ണങ്ങട് അതിനിപ്പോ വലിയ ആളാവണ വലിയ പറവൂര് കുറെ ഊളാച്ചി അനിയത്തികളുണ്ട്, നായരിച്ചികൾ. ഇവിളൊക്കെയാണ് പിന്നെ പണ്ണാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിളൊക്കെയാണ് പൊക്കി വെച്ചുകൊണ്ട് നടക്കുന്നത്. മൂറി നിനക്കൊക്കെ നാണൂലടാ. നീയൊക്കെ MLA ഓഫീസിൽ കയറിയത് താരകം വഴിയല്ലേ കുന്നകളെ നീയൊക്കെ കയറിയത്. ഇപ്പൊ നീയൊക്കെ വലിയ ആളായി നാറികളെ. അപ്പൊ അവൻ കൊള്ളൂല, താരകം കൊള്ളൂലാത്തവൻ. അവൻ വെള്ളൂടി. നീയൊക്കെ വെള്ളവും പഠിക്കുന്നത് പെണ്ണു കൊടുത്തും ഇത് MLA ഓഫീസിൽ പെണ്ണു പിടിക്കണതും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പണ്ണണത് എല്ലാവർക്കും അറിയാം. കൂറന്മാരെ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് മുസ്ലിം സദസ്സിൽ VD സതീശൻ പറഞ്ഞത് ചിരി അമർത്താതെ നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റില്ല. ഞാൻ കുറെ ചിരിച്ചു, ഇനി നിങ്ങൾ ചിരിച്ചോ. ഏതാണ് ഏറ്റവും മികവാർന്ന പുരുഷൻ എന്ന് പറയുന്നത്? ആരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ വെടികളെ തപ്പിപ്പോയിട്ട് വെടിവെച്ചിട്ട് തിരിച്ചു വന്ന് അവളുമാരെ വേശ്യയെന്ന് പറയുകയും അവളുമാര് പിന്നീട് ലൈവിൽ വന്ന് പൂരത്തെറി പറയുമ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയും ചെയ്യുന്ന മികവാർന്ന പുരുഷനായിട്ടുള്ള VD സതീശൻ ഒന്ന് പണയട്ടെ. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, പറഞ്ഞോ കാക്ക. ഏറ്റവും മികവാർന്ന പുരുഷൻ എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്നവനാണ് ഏറ്റവും മികവുള്ള പുരുഷൻ. അതാണ് പുരുഷൻ. ഒരു പുരുഷന്റെ മികവ് നിശ്ചയിക്കുന്നത് അവൻ സ്വന്തം ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനായിട്ട് കണക്കാക്കിയിട്ടുള്ളതാണ്. മകളുടെ അനുവാദമില്ലാതെ വിവാഹം അരുത് എന്നാണ് പറഞ്ഞത്. സ്ത്രീധനം വാങ്ങിക്കരുത്, പകരം മഹറാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. സ്ത്രീധനം വാങ്ങിക്കരുത്. കള്ളവെടിക്ക് കൂലി കൊടുത്താ പോരെ യോനിക്കൂലി? എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് സ്ത്രീധന നിരോധന നിയമങ്ങളെല്ലാം ലോകത്ത് പല രാജ്യങ്ങളിലും ഉണ്ടായത്. സ്ത്രീധനം വാങ്ങിച്ചു പോകരുത്, സ്ത്രീയാണ് ധനം, മഹർ കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏറ്റവും വലിയ സുവർണകാലം പ്രവാചകന് ശേഷമുള്ളത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഖലീഫ ഉമറിന്റെ കാലമാണ്. ഖലീഫ ഉമറിന്റെ സദസ്സിൽ ഒരിക്കൽ ഈ മഹർ തുക കുറയ്ക്കാനുള്ള ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ആ രാജസദസ്സിൽ ഒരു വനിതയുണ്ടായിരുന്നു. അത് അത്ഭുതപ്പെടുത്ത കാര്യം. അന്നത്തെ രാജസദസ്സിൽ ഒരു വനിതയുണ്ടായിരുന്നു. ആ വനിത എഴുന്നേറ്റ് നിന്ന് അതിനെ ഒരു സ്ത്രീ ചോദ്യം ചെയ്തു. മഹർ കുറയ്ക്കാൻ ഭരണാധികാരത്തിക്ക് അധികാരമില്ല, അത് പ്രവാചകൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് മഹർ, അത് കുറയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പലരും ആ സ്ത്രീയെ വിമർശിച്ചു. അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ഖലീഫ ഉമറാണ്. ഖലീഫ ഉമർ നീതിമാനായ ഭരണാധികാരിയായിരുന്നു, അല്ലേ? നീതിമാനായ ഭരണാധികാരി. ലോകം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും നീതിമാനായ ഭരണാധികാരികളുടെ മുൻപിലുണ്ടായിരുന്ന ആളാണ് ഖലീഫ ഉമർ. പറഞ്ഞു, അവര് പറഞ്ഞതാണ് ശരി, നിങ്ങൾ പറയുന്നതല്ല. നമുക്ക് ഭരണകൂടത്തിന് മഹർ കുറയ്ക്കാനുള്ള അവകാശമില്ല എന്ന് തീർപ്പുണ്ടാക്കി. അപ്പോൾ ഖലീഫ ഉമറിന്റെ രാജസദസ്സിൽ പോലും സ്ത്രീകൾക്ക് പറയാനുള്ള അവകാശമുണ്ടായിരുന്നു. അദ്ദേഹം ഭരണാധികാരികളോട് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, എന്താ ഭരണാധികാരികളോട് പറഞ്ഞത്? നിങ്ങൾ കൂടിയാലോചനകൾക്ക്, ചർച്ചകൾക്ക് ശേഷം വേണം തീരുമാനമെടുക്കാൻ, ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കരുത്. ഇനി ഇത്രയൊക്കെ നമ്മുടെ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനിയും അടുത്തത് ട്രെൻഡ് ഒന്ന് മാറ്റിപ്പിടിക്കാം. കാരണം നമുക്ക് എല്ലാവരെയും വേണമല്ലോ. എല്ലാവരെയും കൂട്ടിപ്പിടിച്ചാലല്ലേ നമുക്കൊരു മുഖ്യമന്ത്രി പദവിയൊക്കെ അലങ്കരിച്ച് അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. ഇനിയും അച്ചായന്മാരെ എടുക്കാം.
സാർ, യേശുവിനെ ക്രൂശിക്കാൻ പടയാളികൾക്കും ആൾക്കൂട്ടത്തിനും വിട്ടുകൊടുത്തതിന് ശേഷം, വിധിന്യായം പറഞ്ഞതിന് ശേഷം പീലാത്തോസ് ചെയ്തത് കൈ കഴുകി. എന്നിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്കൊരു പങ്കുമില്ല. ബഹുമാന്യരായ ഭരണകക്ഷി അംഗങ്ങൾ ഇവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് പീലാത്തോസിനെയാണ് ഓർമ്മ വന്നത്. ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത ആളുകൾ ഇപ്പോൾ നിയമസഭയിൽ വന്ന് പറയുകയാണ് അദ്ദേഹം നീതിമാനായിരുന്നു, ആ നീതിമാന്റെ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പറയുന്നത്. മതി അണ്ണ, ഇതേ കൂടുതലൊന്നും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. തരാതരം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ അവരെയും ഇവരെയും മറ്റവരെയും ഒക്കെ സുഖിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴാണ് കളിച്ച പെണ്ണുങ്ങളെ കളിയുടെ വിശേഷങ്ങളുമായിട്ട് വരുന്നത്. അയ്യോ, നിങ്ങളെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണല്ലോ സുഹൃത്തുക്കളെ. നിങ്ങളുടെ കയ്യിലാണല്ലോ ഈ കേരളം കിട്ടിയിരിക്കുന്നത് എന്ന പരിതാപകരമായ സാഹചര്യമോർത്ത് അയ്യോ തല കുനിക്കുന്നു കാക്ക.